അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ബേബീൻ്റെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അവൾക്ക് ഡയപ്പർ പകൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് ദിവസവും കുറച്ചധികം ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മീമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡിറ്റർജൻറ്റാണ്. ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് ലവ്ലാപ്പിൻ്റെ ഡിറ്റർജൻറ്റാണ് കേട്ടോ. ലവ്ലാപ്പിൻ്റെ ഡിറ്റർജൻറ്റ് കുഴപ്പമില്ല, പക്ഷേ ലൈറ്റായിട്ടുള്ള ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് മാറി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 6 മന്തോളം ലവ്ലാപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്രാൻഡാണ്, പക്ഷേ ഫോം ഭയങ്കര കൂടുതലായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. പക്ഷേ മീമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും മീമിക്ക് ഫോം കുറവാണ് കേട്ടോ. ഫോം കുറവുള്ളത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മേടിച്ചത് റീഫിൽ പാക്കറ്റാണ്. ഓൾറെഡി നമുക്ക് ലവ്ലാപ്പിൻ്റെ ബോട്ടിൽ ഉള്ളത് കൊണ്ട് റീഫിൽ പാക്കറ്റ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് റീഫിൽ പാക്കറ്റ് മേടിക്കുന്നതാണ് കേട്ടോ ലാഭം. റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റീഫിൽ പാക്കറ്റ് തന്നെയാണ്, ബോട്ടിലുണ്ടെങ്കിൽ മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ ലാഭം. അപ്പം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് അനുസരിച്ച് കുറച്ച് ആവശ്യത്തിന് എടുക്കും. ഇപ്പം ഞാനൊരു ബക്കറ്റിന് ഒരു 3/4 ആ ക്യാപ്പിന് അത്രയും 3/4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് നേരം നമ്മൾ മുക്കി വെക്കുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് കുറച്ച് കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മളത് വാഷ് ചെയ്തിട്ട് വിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ലവ്ലാപ്പിൻ്റെയും അതുപോലെ തന്നെ മീമിയുടെയും രണ്ടിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മേടിച്ചോ കേട്ടോ.